കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് അംഗീകാരം ലഭിച്ചുവോ എന്നുള്ളതല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്ലാൻ 63-ന് ഹൈക്കമാൻഡ് പിന്തുണ നൽകിക്കഴിഞ്ഞു. പുതിയ തന്ത്രത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ ചില ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുയർന്നെങ്കിലും അത് വകവയ്ക്കാതെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് സതീശന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചത്. വി ഡി സതീശനും തന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. 2001-ൽ കോൺഗ്രസ് നേടിയതാണ് 63 സീറ്റുകളെന്നും അത് നിലനിർത്തേണ്ടതുണ്ടെന്നും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയൂവെന്നാണ് സതീശൻ അറിയിച്ചത്. 21 സിറ്റിംഗ് സീറ്റ് അടക്കം കോൺഗ്രസിന് ജയിക്കാനാകുന്ന 63 സീറ്റുകളിലെ തന്ത്രങ്ങളായിരുന്നു വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചിരുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇതിനെതിരെ വലിയ വിമർശനമുയർന്നു. ഇതാരെവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു AP അനിൽകുമാർ MLA പൊട്ടിത്തെറിച്ചത്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ശൈലിയുടെ ഭാഗമായാണ് സതീശന്റെ പ്ലാൻ 63 എന്നാണ് എതിർചേരിയിൽ നിന്നും വിമർശനം ഉയർന്നത്. എങ്കിലും 2 തവണ കൂപ്പുകുത്തിയ UDF ഇനിയും ജയിച്ചില്ല എങ്കിൽ ഈ പണി നിർത്തി കാശിക്ക് പോകലല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് സതീശന്റെ മിഷൻ 63 മുന്നോട്ട് തന്നെ പോകുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മലബാറിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകി. ഇന്ന് നമ്മൾ മധ്യ കേരളത്തിലെ 4 ജില്ലകളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ഒത്തുപിടിച്ചാൽ മുഴുവൻ ഒപ്പം പോരാവുന്ന തരത്തിൽ UDF-ന് അടിത്തറയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് അടിവേരുകളുള്ള എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളാണ് സതീശന്റെ മിഷൻ 63-മായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ തൃശൂരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിലവിൽ ചാലക്കുടി എന്ന ഒരൊറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിൽ അവിടെ ഉള്ളത്. എന്നാൽ അത് പോരാ. തൃശൂർ കരുണാകരന്റെ തട്ടകമാണ്. ഒരു കാലത്ത് കോൺഗ്രസിന് ഏതു വിധേനയും ജയിച്ചു കയറാൻ കഴിയുന്ന ഒട്ടനവധി മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ജില്ലയാണത്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ സതീശൻ ചില പരീക്ഷണങ്ങൾ നടത്താൻ പദ്ധതിയിടുകയാണ് തൃശൂരിന്റെ മണ്ണിൽ. അതായത് തൃശൂരിലെ നിയമസഭാ സീറ്റ് അത് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ എളുപ്പം കഴിയുന്നതാണ്. വെറും 900-ൽ പരം വോട്ടുകൾക്ക് മാത്രം CPI ജയിച്ചൊരു മണ്ഡലമാണത്. പൂരം കലങ്ങിയതടക്കം CPM-നെതിരെയും BJP-ക്കെതിരെയും പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന ഒരു സീറ്റ് കൂടിയാണത്. അതുപോലെ വടക്കാഞ്ചേരി, കോൺഗ്രസിന്റെ മെഷീനറി വളരെ ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ എളുപ്പം കൂടെ പോകുന്ന മണ്ഡലം കൂടിയാണ് വടക്കാഞ്ചേരി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ മണലൂർ സീറ്റ്, കോൺഗ്രസിന്റെ പഴയ A ക്ലാസ് മണ്ഡലമായിരുന്നു മണലൂർ. VM സുധീരനൊക്കെ ഒരുപാട് തവണ ജയിച്ച മണ്ഡലമാണ്. 1-2 മത്സരങ്ങൾക്ക് മുൻപ് PA മാധവൻ എന്ന കോൺഗ്രസ് നേതാവ് അനായാസം ജയിച്ചൊരു മണ്ഡലം കൂടിയാണ് മണലൂർ. അതും കോൺഗ്രസിന്റെ പട്ടികയിൽ ചേർക്കാനുള്ള പദ്ധതിയാണ് സതീശൻ നടത്തുന്നത്. കൂടാതെ ഇരിങ്ങാലക്കുടയും വളരെ എളുപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കണക്ക് കൂട്ടുന്നു. വെറും 5000-ന്റെ വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് മന്ത്രി ബിന്ദുവിന് അവിടെ ഉള്ളത്, അതും തരംഗമുണ്ടായിരുന്ന ഒരു സമയത്ത്. മറ്റൊന്ന് കുന്നംകുളമാണ്. AC മൊയ്തീൻ ഇപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന മണ്ഡലമാണെങ്കിലും കരുവന്നൂർ ബാങ്കിലെ അഴിമതിക്ക് കൂട്ടുനിന്ന ആ MLA-യെ തുറന്നു കാട്ടിയാൽ ജയിക്കാനാവുന്ന മണ്ഡലം, ഒട്ടനവധി അടിവേരുകളുള്ള മണ്ഡലം. മുൻപ് UDF ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് കുന്നംകുളം. അതുപോലെ എറണാകുളത്തോട് അല്ലെങ്കിൽ വി ഡി സതീശന്റെ പറവൂർ മണ്ഡലത്തോട് അതിർത്തി പങ്കിടുന്ന തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഒരു കൈ നോക്കാനും സതീശൻ തയ്യാറായി നിൽക്കുകയാണ്. K കരുണാകരന്റെ പഴയ മണ്ഡലമായ മാളയാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് നമുക്കറിയാം. TN പ്രതാപനെ ഒരിക്കൽ അവിടുന്ന് ജയിപ്പിച്ചിട്ടുമുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്ന മണ്ഡലം. അങ്ങനെ ഒരു സീറ്റിൽ നിന്നും 7 സീറ്റിലേക്ക് തൃശൂരിൽ UDF മാറും എന്നുറപ്പിക്കുകയാണ് സതീശന്റെ ഈ നീക്കം. ഇതിനെല്ലാം ആദ്യം വേണ്ടത് പുലിക്കളിക്ക് പേര് കേട്ട തൃശൂരിൽ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് കളി അവസാനിപ്പിക്കേണ്ടി വരും ഒന്നു മാത്രം. ഇനി നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 14 മണ്ഡലങ്ങൾ ആകെയുള്ളതിൽ 9 സീറ്റുകളും കോൺഗ്രസിന് ആണ്. ഇനിയുള്ള 5 സീറ്റുകൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാമെന്നാണ് സതീശൻ പ്രവർത്തകർ വി ഡി സതീശനും നൽകിയിരിക്കുന്ന ഉറപ്പ്. കാരണം എറണാകുളം പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയാണ്, ജയിച്ചേ മതിയാകൂ.
മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം അതിശക്തമാണ് എറണാകുളത്ത്. CPM ആണെങ്കിൽ പല കേസുകളിലും പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അതുപ്രകാരം ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള കളമശ്ശേരി, കുന്നത്തുനാട്, കൊച്ചി, കോതമംഗലം, വൈപ്പിൻ എന്നീ സീറ്റുകൾ പിടിച്ചെടുക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ വൈപ്പിൻ ഒഴികെയുള്ള ബാക്കി 4 സീറ്റുകൾ വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ കുന്നത്തുനാട് 2020 എന്ന സംഘടന വോട്ട് കുറച്ചാൽ മാത്രം മതി, എളുപ്പത്തിൽ കോൺഗ്രസ് വിജയിച്ചു വരും. അതുപോലെ കളമശ്ശേരിയിൽ പാലാരിവട്ടം പാലം എന്നൊരു വിഷയം മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ മുന്നിൽ നിർത്തി LDF വിജയിച്ചു പോയൊരു മണ്ഡലം P രാജീവ് ഇന്ന് MLA ആണ്. അതും കളമശ്ശേരിയും UDFന്റെ മണ്ഡലം തന്നെയാണ്. സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ മാത്രം മതിയാകും. പിന്നീട് കൊച്ചി സീറ്റ് കോൺഗ്രസിന്റെ സ്വന്തം സീറ്റാണ്, ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് കൈവിട്ടുപോയൊരു മണ്ഡലം. അതുപോലെ തന്നെ കോതമംഗലമാകട്ടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണിപ്പോൾ. MLAയെ തന്നെ നാട്ടുകാർ ഓടിച്ചു വിടുന്നത് വരെ നമ്മൾ കണ്ടതാണ്. ഇത് 4ഉം വളരെ അനുകൂലമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള വൈപ്പിനും മത്സരം വാശിയേറിയതാണ്. ഇപ്പോൾ വെറും 8000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് LDFനുള്ളത്. അതും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി പിടിച്ചെടുക്കാം എന്നുള്ള ഉറപ്പാണ് സതീശന് കിട്ടിയിരിക്കുന്നതും സതീശൻ കൊടുത്തിരിക്കുന്നതും. അത് തന്നെയാണ് എറണാകുളം മുഴുവൻ തൂത്തുവാരാം എന്ന് VD സതീശന്റെ പദ്ധതിയിൽ ഉറപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇടുക്കി ജില്ലയാണ് മറ്റൊന്ന്. അവിടെ ആകെയുള്ളത് 5 മണ്ഡലങ്ങൾ മാത്രമാണ്. അതിൽ തൊടുപുഴ ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ LDFന്റെ കയ്യിലാണുള്ളത്. തൊടുപുഴയിൽ PJ ജോസഫ് MLA ആയിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൈമാറാനും സാധ്യതയേറെയുണ്ട്. ഇനി ആര് മത്സരിച്ചാലും തൊടുപുഴ UDFനൊപ്പം നിൽക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ ഇടുക്കിയിൽ ബാക്കി വരുന്ന ദേവികുളവും പീരുമേടും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ എല്ലാ വഴികളും തെളിഞ്ഞു നിൽക്കുന്ന സീറ്റുകളാണ്. പീരുമേട്ടിൽ 1000-ൽ പരം വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ദേവികുളത്താണെങ്കിൽ MLA ഇപ്പോഴും കോടതിയുടെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു MLA ആണ്. മാത്രമല്ല 2 മണ്ഡലങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് UDF മാത്രമാണ് ഇനി ആശ്വാസമെന്ന് അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള MM മണിയുടെ ഉടുമ്പുംചോല മണ്ഡലം, ആദ്യത്തെ തവണ മണിയാശാൻ 1000 വോട്ടുകൾക്ക് മാത്രം ജയിച്ച് വന്ന ഒരു മണ്ഡലം. പിന്നീട് അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മണിയാശാൻ മാറുമെന്നുറപ്പിക്കുമ്പോൾ അതും പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് പദ്ധതിയിടുകയാണ്. മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷമാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് നൽകിയിരിക്കുന്നത്. അതുപോലെ മധ്യ കേരളത്തിലെ അവസാനത്തെ ജില്ലയാണ് കോട്ടയം. എതിരാളികൾ കേരള കോൺഗ്രസ് ആണ്. ഇപ്പോൾ പാലായും കോട്ടയവും പുതുപ്പള്ളിയും കടുത്തുരുത്തിയുമാണ് UDFന്റെ കയ്യിലുള്ള 4 സീറ്റുകൾ. എന്നാൽ ഈ 4 സീറ്റുകൾക്കൊപ്പം തന്നെ സതീശന്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പൂഞ്ഞാറും ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമാണ്. ഇതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നീ പറയുന്ന സീറ്റുകളെല്ലാം വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. എങ്കിലും മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അല്പം മത്സരം കടുക്കും, ചങ്ങനാശ്ശേരിയും കടുക്കുമെങ്കിലും അതൊരു പക്ഷേ UDFന് എളുപ്പം പ്രതീക്ഷിക്കാം. എങ്കിലും പുതുതായി 3 സീറ്റുകൾ നേടിയെടുക്കാം എന്നുള്ളത് വളരെ ഉറപ്പാണ്. അങ്ങനെ തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 17ഓളം സീറ്റുകളാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് UDF എത്തിയാൽ കേരളത്തിന്റെ ഭരണം UDFന് ഉറപ്പിക്കാം. മലബാറിൽ പഴയതും VD സതീശൻ ലക്ഷ്യം വെക്കുന്നതുമായ സീറ്റുകൾ ഏകദേശം നമ്മൾ കണക്കുകൂട്ടിയത് പ്രകാരം 36ഓളം എന്ന് വ്യക്തമാകുമ്പോൾ മധ്യ കേരളത്തിൽ പഴയ 15ഓളം സീറ്റുകളും പുതുതായി പ്രതീക്ഷിക്കുന്ന 17 സീറ്റുകളും കൂടിയാകുമ്പോൾ മലബാറിൽ പഴയതും VD സതീശൻ പുതുതായി ലക്ഷ്യം വെക്കുന്നതുമായ സീറ്റുകൾ 36ഓളം എന്ന് വ്യക്തമാകുന്നു. ഇനി മധ്യ കേരളത്തിൽ പഴയ 15ഓളം സീറ്റുകളും പുതുതായി പ്രതീക്ഷിക്കുന്ന 17ഓളം സീറ്റുകളും കൂടിയാകുമ്പോൾ ഏകദേശം 32 സീറ്റുകൾ എന്ന് പദ്ധതിയിടുകയാണ്. അപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് UDF എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് VD സതീശന്റെ പദ്ധതിയിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത് വലിയ ആനയും കുതിരയുമൊന്നുമല്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് UDF നേടിയതാണ് ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ. ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ദുർഭരണത്തിൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം സാധ്യമാകുമെന്നതാണ് വിലയിരുത്തൽ.